അനുപമ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ആദ്യം അല്ലെങ്കിൽ കണ്ടു തുടങ്ങി കുറച്ചൊന്ന് അല്ലെ ക്രഷ് തോന്നുന്ന നായികയിൽ നിന്ന് അല്ലെ പ്രേമാണെങ്കിലും ജോന സുവിശേഷങ്ങളാണെങ്കിലും കണ്ട് തെലുങ്കിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര ഫീമെയിൽ സെൻട്രിക് സബ്ജക്ട് വരുന്നു, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു ജാനകി, സുബു എന്നുള്ള രീതിക്ക്. ഈ മാറ്റം ബോധപൂർവമാണോ ശരിക്കും? അതൊരു ഓവർനൈറ്റ് ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു സംഭവം അല്ല. അത് നമുക്ക് എൻഡ് ഓഫ് ദി ഡേ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അഭിനയിക്കുന്നത്. കാമ്പുള്ള കഥാപാത്രങ്ങൾ ചെയ്യാ, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഏതൊരു ആക്ടറിന്റെയും ഒരു നീഡ് അല്ലെങ്കിൽ ഒരു ഡ്രീം എന്ന് പറയുന്നത്. എനിക്കും അതുണ്ടായിരുന്നു. പക്ഷെ അത് നടക്കാനായിട്ട് അതിൻ്റെതായ ഒരു സമയമുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ സമയം എന്ന് പറയുന്ന പോലെ എന്റെ ലൈഫില് എനിക്ക് ഈ കഴിഞ്ഞ 2-3 കൊല്ലങ്ങളായിട്ടാണ് എനിക്ക് അങ്ങനത്തെ കഥാപാത്രങ്ങൾ കിട്ടുന്നത്. ഞാൻ കമേഴ്ഷ്യൽ സിനിമകൾ ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ സോ കോൾ കമേഴ്ഷ്യൽ സിനിമകൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതും ഒരു കമേഴ്ഷ്യൽ ഫിലിം ആണ്. പക്ഷെ അത് എപ്പോഴാണ് കമേഴ്ഷ്യൽ ഫിലിം ആവുക? ഓഡിയൻസ് അതിനെ ആക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനത്തെ സിനിമകളെ അപ്രീഷിയേറ്റ് ചെയ്ത് എൻകറേജ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ്. സോ ഞാനിപ്പോ ഈ സിനിമ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഓക്കെ ആൾക്കാർ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് അതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അത് ചെയ്യുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് എന്റെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എന്താണെങ്കിലും ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു. My credits, my future. Kill credits from GTech.